ഹലോ ഗൈസ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പഴയ രേവതിയായിട്ടുള്ള ക്യാരക്ടർ മാറിയിട്ട് പുതിയ ക്യാരക്ടർ വന്നു കേട്ടോ, റെബേക്കയാണ്. അങ്ങനെ രേവതി രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രന് ചായ കൊടുക്കാൻ വേണ്ടി ചെല്ലുവാണ് കേട്ടോ. അച്ഛാ ചായ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ്. അതിമ്പോൾ പറയുവാണ്, മോളെ സച്ചി എന്തി എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ്, എഴുന്നേറ്റില്ല അച്ഛാ, ഇന്ന് രാവിലെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി വിളിച്ച് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ സച്ചി നല്ല ഉറക്കത്തിലാണ്, ചെറുതായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കണ്ട് രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, നല്ല ഉറക്കത്തിലാണല്ലോ, എന്തോ സ്വപ്നവും കാണുന്നുണ്ട്, നല്ല സന്തോഷത്തിലാണ് കിടക്കുന്നത്. ഇത് കണ്ടിട്ട് വിളിക്കാനും തോന്നുന്നില്ല, പക്ഷെ സമയം ഇത്രയും ലേറ്റായി, ഇനി വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ട്രിപ്പ് എങ്ങനെ പോകാനാ. വിളിക്കാം എന്ന് പറഞ്ഞ് പയ്യെ വിളിക്കുവാണ് കേട്ടോ സച്ചിനെ. സച്ചിയേട്ടാ എഴുന്നേക്ക്, ട്രിപ്പ് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പയ്യെ കണ്ണു തുറന്ന് രേവതിനെ നോക്കുവാണ് കേട്ടോ. രേവതിനെ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, നിനക്കെന്താ ഇന്നൊരു പ്രത്യേക ഭംഗി, പതിവിലും സുന്ദരിയായിട്ടുണ്ടല്ലോ നീ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കൊരു മാറ്റമില്ല, സച്ചിയേട്ടാ എഴുന്നേക്ക്, ഇന്ന് പോകേണ്ടതല്ലേ, ട്രിപ്പ് പോകേണ്ടതല്ലേ, ഒത്തിരി ലേറ്റായില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയാണ്, നീ ഇവിടെ ഇരിക്കുക, അവരെന്നെ വിളിച്ചായിരുന്നു, ആ ട്രിപ്പ് ക്യാൻസലായി. അപ്പോഴേക്ക് രേവതി പറയാണ്, അതെന്തായാലും നന്നായി, ഇന്ന് കുറച്ച് നേരം സച്ചിയുടെ കൂടെ കൂടുതൽ ഇരിക്കാമല്ലോ, കുറേ കാര്യങ്ങൾ സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, അതൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, നല്ല സ്വപ്നം കണ്ട് ഉറങ്ങുമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പം സച്ചി ചോദിക്കുകയാണ്, അത് നിനക്ക് എങ്ങനെ മനസ്സിലായത്? സ്വപ്നമൊക്കെ കണ്ടത്, ഒരു ട്രിപ്പ് മൂന്നാർക്ക് പോകാൻ വേണ്ടി കിട്ടി, അങ്ങനെ മൂന്നാർക്കൊരു ട്രിപ്പ് പോകുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രേവതി പിണങ്ങിയിട്ട് ചോദിക്കുകയാണ്, ഓ നിങ്ങൾ അതായിരുന്നോ കണ്ടത്, ഞാൻ ഓർത്ത് എന്നെക്കുറിച്ച് എന്തെങ്കിലും സ്വപ്നമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാണ്, മുഴുവൻ പറയാൻ സമ്മതിക്കുന്നേ. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം നിൻ്റെ ഒരു കോള് വരുന്നു, നീ പ്രഗ്നൻ്റാന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് എന്ന് പറയുവാണ്. കഴിയുമ്പോൾ രേവതി പറയാണ്, എന്നിട്ടെന്താ, ഞാൻ ട്രിപ്പ് അവിടെ ഇട്ടിട്ട് ഓടി തിരിച്ച് വീട്ടിൽ വന്ന് നിന്നെ എടുത്തു പൊക്കി എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി എങ്ങനെ എന്ന് പറയുമ്പോഴേക്കും സച്ചി മുറിയുടെ പുറത്തേക്ക് പോയിട്ട് എങ്ങനെയാണോ ആ ന്യൂസ് അറിയുമ്പം എടുത്ത് രേവതിനെ കറക്കുന്നത്, അതുപോലെ തന്നെ മുറി വന്ന് രേവതിനെ എടുത്തു പൊക്കി കറക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രേവതി പറയാണ്, താഴെ നിർത്ത് സച്ചേട്ടാ, താഴെ നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് പറയാണ്, എന്തായാലും ട്രിപ്പ് പോയി എന്നുള്ളത് സത്യമായിരിക്കും, സ്വപ്നം കണ്ടത് അവിടെ ചെന്നു എന്നുള്ളതും മൂന്നാർക്ക് പോയി എന്നുള്ളതൊക്കെ സത്യമായിരിക്കും. 4 പിള്ളേരുണ്ടാവാൻ പോവാന്ന് കേട്ടപ്പം ടെൻഷൻ അടിച്ച് കരഞ്ഞ ആളല്ലേ, ഞാൻ പ്രഗ്നൻ്റാന്ന് കേൾക്കുമ്പം എന്നെ ഇതുപോലെ വന്ന് എടുത്തു പോകുന്നത്, അതെന്തായാലും തള്ളിയതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് രേവതി പറയുവാണ് കേട്ടോ. അത്രയും പറഞ്ഞിട്ട് രേവതി പറയാണ്, എന്തായാലും കുളിച്ചിട്ട് വാ, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. അപ്പോൾ സച്ചി മനസ്സിൽ ചിന്തിക്കുവാണ്, അവളെ പറ്റിക്കാൻ പറ്റുമല്ലോ, അവൾ നല്ല മിടുക്കി കുട്ടിയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അതേ സമയത്ത് ഡോറിൽ ആരോ വന്ന് ബെല്ലടിക്കുന്ന കേട്ട് ചന്ദ്ര വന്ന് നോക്കുവാണ്. എന്നിട്ട് ആരാ നിങ്ങളെന്ന് ചോദിക്കുമ്പോഴേക്കും 2 ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അവർ പറയുകയാണ്, ഞങ്ങൾ ഫിനാൻസ് ഓഫീസിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പേടിച്ച് വരച്ച് നിൽക്കുവാണ് കേട്ടോ. നിൽക്കുകയാണ്, അതെന്താ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ, എന്താ കാര്യം എന്നിങ്ങനെ ടെൻഷൻ അടിച്ച് വെപ്രാളം പിടിച്ച് ചോദിക്കുവാണ്. അപ്പോൾ അവർ പറയണം, കസ്റ്റമേഴ്സാണല്ലോ നമ്മുടെ ദൈവം, കൺകണ്ട ദൈവം എന്നെപ്പോഴും മുതലാളിയും പറയാറുണ്ട്, അപ്പം നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ ഒന്ന് തൊഴാന്നോർത്തു എന്ന് പറയുമ്പോഴേക്കും ദേവിമാർ നിൽക്കുന്ന രീതിയിൽ കൈയും പൊക്കി ചന്ദ്രൻ നിൽക്കുവാണ് കേട്ടോ, അനുഗ്രഹിക്കുന്ന രീതി. എന്നിട്ട് പറയുകയാണ്, പെട്ടെന്ന് തൊഴുതിട്ട് പെട്ടെന്ന് നോക്കെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും അവർ പരസ്പരം നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കളിയാക്കിയാൽ പോലും മനസ്സിലാവുകയല്ലേ, നിങ്ങൾ എന്തു ജന്മം എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാം, കളിയാക്കിയതാണോ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഈ മാസത്തെ പലിശ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് വരാനിരിക്കുക, നിങ്ങൾ പൊക്കോ, ഇവിടെ ആരെങ്കിലും കണ്ട പ്രശ്നം പോ എന്ന് പറയുവാണ്. അപ്പോഴേക്കും അവർ പറയാണ്, നിങ്ങളെ തീരെ വിശ്വസിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ നല്ല മുങ്ങൽ വിദഗ്ധയാണെന്നാണ് ബോസ് പറഞ്ഞേക്കുന്നത് എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ചന്ദ്ര പറയണം, മുങ്ങലോ, നീന്താൻ പോലും അറിയാൻ മേലാത്ത ഞാൻ എങ്ങനെയാണ് മുങ്ങാനാ, ഞാൻ എന്തായാലും ക്യാഷും കൊണ്ട് വരാം എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് അവരെ പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോഴേക്കും അവരിൽ ഒരാൾ പറയുവാണ്, എനിക്കിത് ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുവാണ്, വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയണം, 19 ലക്ഷം നിങ്ങൾക്ക് ഫിനാൻസ് തന്നതല്ലേ, ഞാനിച്ചിരി വെള്ളമല്ലേ ചോദിച്ചുള്ളൂ, വെള്ളം താ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, എന്നാൽ നിങ്ങൾ പോയി വെള്ളം എടുത്ത് കുടിക്കുക, ഞാനിവിടെ നിൽക്കാം എന്ന് പറയുമ്പോഴേക്കും അവർ, നിങ്ങൾ എന്തേ പറയുന്നേ, അല്ല എനിക്ക് ടെൻഷൻ വന്നിട്ടാ, ഒരു കാര്യം ചെയ്യുക, നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുവാണ് കേട്ടോ. നേരെ ചെന്ന് വിടുന്നത് നമ്മുടെ രവിയേട്ടൻ്റെ മുമ്പിലാണ്. അപ്പം ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ബോധമില്ലാതെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. അപ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇവരാരാ, അല്ല അത് ഇവരിവിടെ വീട് എടുത്ത് വാടകയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നാൽ ഞാനില്ലയെന്ന് പറഞ്ഞു, അപ്പോൾ പിന്നെ അവരെന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവർക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു, ഞാൻ വെള്ളം കൊടുക്കണോ വേണ്ടയോ, നിങ്ങൾ എന്തേലും ഒന്ന് പറയാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ്, കൊടുക്കാതിരിക്കുന്നത് എന്തിനാ, കൊടുക്കുക, വെള്ളമല്ലേ എന്ന് പറയുവാണ്. ആ സമയത്ത് ചന്ദ്ര പെട്ടെന്ന് അടുക്കളയിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടൻ
അവരെ വീട്ടിൽ വിളിച്ച് അകത്തിരുത്തുവാണ്. വീട്ടിൽ വന്ന ആൾക്കാരെ പുറത്ത് നിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ച് അവരോട് ചോദിക്കുവാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്താന്ന് പറയുവാണ് കേട്ടോ അവർ. അപ്പോൾ ചോദിക്കുവാണ്, നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് വാടക വീട് എന്ന് ചോദിക്കുവാണ്. അത് കേട്ടവർ വാടക വീടോ എന്ന് ഓർത്ത് ഇങ്ങനെ രവിയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കുവാണ്. അല്ല, വീട് ഇവിടെ തൊട്ടടുത്താണെങ്കിൽ പിന്നെ വാടക വീടും എന്തിനാന്ന് പിന്നെ രവി ചോദിക്കുവാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് വന്ന ചന്ദ്ര പയ്യെ കൈകൊണ്ട് കാണിക്കുവാണ് രവിക്ക് വട്ടാന്നുള്ള രീതിയിൽ. അത് കണ്ട് അവർ ഈ പ്രാന്തനാണോ എന്ന് ഓർത്ത് പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുക. അത് കഴിയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ കയറ്റി ഇങ്ങനെ ഇരുത്തല്ലേ രവിയേട്ട, വല്ലോ കള്ളന്മാരുമായിരിക്കും, അത് ഇറങ്ങി ഓടിയെന്നും പറഞ്ഞ് പയ്യെ രവിയേട്ടൻ്റെ തലയിലോട്ട് ഇടുവാണ്. അതേ സമയത്ത് മുറിയിൽ പോയിട്ട് ചന്ദ്ര ചിന്തിക്കുവാണ്, പെട്ടെന്ന് ഫിനാൻസുകാർക്ക് കൊണ്ട് കാശ് കൊടുത്തില്ലേ പണി പാടും എന്ന് പറഞ്ഞ് രവി കൊടുത്ത് 1 ലക്ഷം രൂപ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ച് നോക്കി ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ചിന്തിക്കുക, കൊടുക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാന്നോർത്ത് ആ ക്യാഷും എടുത്ത് പയ്യെ റെഡി ആവുകയാണ് കേട്ടോ. അതേ സമയത്ത് സച്ചി റെഡി ആവുകയാണ്. സച്ചി കാശ് പിന്നെയും എണ്ണിക്കൊണ്ട് നിൽക്കുന്നുണ്ടിട്ട് രവി ചോദിക്കുകയാണ്, ഇന്ന് ഫിനാൻസുകാർക്ക് കാശ് കൊടുക്കേണ്ട ദിവസമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുക, നിനക്ക് എങ്ങനെ മനസ്സിലായി? പിന്നെ അത് എണ്ണി ഉറപ്പ് വരുത്തുന്ന കണ്ടപ്പം മനസ്സിലായി എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, നീ എന്നെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുകയാണ്, നിങ്ങളുടെ വണ്ടി എപ്പോഴാണ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കുന്നത്? അതിറക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ്, നീ വരുന്നുണ്ടോ ഫിനാൻസ് ഓഫീസിലോട്ട്? നീ എന്താ ഇങ്ങനെ ഒരുങ്ങുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി സച്ചിയെ കുളിച്ച് പറയണം, ഒന്ന് വന്നതിൻ്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല, ഞാൻ അങ്ങോട്ടൊന്നുമല്ല, അമ്മയെന്ന് ഇവിടുന്ന് ഒരുപാട് വിഷമിച്ചാണ് പോയത്, നിങ്ങൾ എന്നെ അമ്മയുടെ എവിടെയൊന്നും ആക്കുമോ പോകുന്ന വഴിക്കെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയാണ്, നിനക്കിപ്പം പോകണം നിർബന്ധമാണോ? സാരമില്ല, ഞാൻ നിന്നെ കൊണ്ടുവിടാം, വൈകിട്ടിങ്ങ് വരണം എന്നുള്ള രീതിയിൽ പറയുവാണ്. അത് കഴിഞ്ഞ് ചന്ദ്ര ഒരുങ്ങിയിട്ട് എന്നിട്ട് രവീന്ദ്രനോട് പറയുവാണ്, ഞാനൊന്ന് പുറത്ത് പോവാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, പുറത്ത് പോവാന്ന് മനസ്സിലായി, എവിടെ പോവാ, ആരുടെ കൂടെ പോവാ, എങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുവാണ്, അത് ഞാൻ ബാമയുടെ കൂടെ ഒന്ന് പോവാ, അവൾക്കൊരു കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്, അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ മടിയാ, എന്നെയും കൂടെ വിളിച്ചു എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും രേവതിയും സച്ചിയും കൂടെ ഇറങ്ങി അച്ഛനോട് യാത്ര പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ അമ്മ ഇന്ന് മൗനവ്രതത്തിലാണോ, ഒച്ചയൊന്നും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ചെറുതായിട്ട് ചിരിച്ചിട്ട് പറയാം, അവൾ അത്യാവശ്യമായിട്ട് ബാമയുടെ കൂടെ പോകണമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, അതല്ലേ ഇവിടെ നല്ല സമാധാനം ഉണ്ടെന്നുള്ള രീതി പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനോട് രേവതി പറയുകയാണ്, അച്ഛൻ ഞാനെന്നാൽ പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നത്, അതൊന്നും വേണ്ട, ഞാൻ ലക്ഷ്മി അമ്മേനൊന്ന് വിളിക്കാനിരിക്കുമായിരുന്നു, മോള് പയ്യെ വന്നാൽ മതി, തിരക്കൊന്നും വേണ്ട എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ഭാമേനെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഭാമയെ നിനക്ക് എൻ്റെ കൂടെ ഇന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഭാമ പറയുകയാണ്, ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ മകൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വന്നതെന്ന് പറയാം. പെട്ടെന്ന് സച്ചിനെ രേവതിനെയും കാണുമ്പം അവരെങ്ങാനും ഇനി കൂടെ കയറ്റിക്കൊണ്ട് പോയാലോ എന്ന് പേടിച്ച് ഫോൺ നൈസായിട്ട് കട്ടാക്കിയിട്ട് ചന്ദ്ര അവരെ മൈൻഡാക്കാത്ത രീതിയിൽ അങ്ങ് നടക്കുവാണ് കേട്ടോ. അതുകൊണ്ട് രേവതി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് അമ്മയും കൂടെ ഇറക്കിയാലോ, പോകുന്ന വഴിക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സച്ചി ദേഷ്യപ്പെട്ട് പറയുകയാണ്, പിന്നെ വരുന്നവരെയും പോകുന്നവരെയൊക്കെ കയറ്റാൻ ഇത് ബസ്സിൽ ട്രിപ്പ് അടിക്കുന്നതല്ല, നീ കയറാൻ നോക്ക് എന്ന് പറഞ്ഞ് രേവതിനെയും കൂട്ടി അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ശരത്തിനെയാണ്. ശരത്തിൻ്റെ ഫ്രണ്ടിനോട് അന്ന് ചന്ദ്രയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ടിട്ട് ആ ഫ്രണ്ട് പറയുകയാണ്, നിന്നെ ഇത്ര അപമാനിച്ച സ്ഥിതിക്ക് അവരെ വെറുതെ വിട്ടാൽ പറ്റില്ല, ആ 1 ലക്ഷം രൂപ നിൻ്റെ കയ്യിൽ തന്നെ എത്തണം എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അതെങ്ങനെ നടക്കും, പിന്നെ എൻ്റെ ചേച്ചി ആ വീട്ടിലായതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പ്രതികരിക്കാണ്ട് വന്നേ എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ആ ഫ്രണ്ട് പറയുന്നുണ്ട്, അതൊന്നും നീ ഓർത്ത് പേടിക്കണ്ട, ആ 1 ലക്ഷം നിങ്ങൾക്ക് അർഹതപ്പെട്ടാണ്, അത്രയ്ക്ക് അപമാനം നീ സഹിച്ചിട്ടുണ്ട്, അത് നിൻ്റെ കയ്യിലെത്താൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ശരത്തിനെയും കൂട്ടിക്കൊണ്ട് അവരവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന രേവതിനെ സച്ചിനെയാണ്. അവർ വണ്ടിയെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി ഒരു പാട്ട് പാടുവാണ്. പെട്ടെന്ന് ആ പാട്ട് പാടുന്നതിനിടയ്ക്ക് രേവതി ഒരു പാട്ട് വെക്കുവാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ പാട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കുമല്ലേ നീ വേറെ പാട്ട് വെച്ചതെന്ന് ചോദിക്കുമ്പം രേവതി പറയുകയാണ്, ആ പാട്ടിനെ ഇങ്ങനെ കൊല്ലണ്ടല്ലോ എന്നോർത്താ ഞാൻ വെച്ചേ എന്ന് പറയുമ്പോഴേക്കും സച്ചി ചെറുതായിട്ട് പിണങ്ങിയിട്ട് പറയുകയാണ് കേട്ടോ, ഇനി നിൻ്റെ മുമ്പിൽ ഒരു മൂളിപ്പാട്ട് പോലും ഞാൻ പാടുകയല്ല. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ, സച്ചിയേട്ടൻ പാട്ട് പാടുന്നതും സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് സച്ചിയുടെ കയ്യിലൊക്കെ പയ്യെ പിടിച്ച് രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അതേ സമയത്ത് ചന്ദ്ര ഒരു ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും ഓട്ടോ പെട്ടെന്ന് നിന്നു പോവാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ഓട്ടോ ഡ്രൈവർ പറയാം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ പയ്യെ വെള്ളോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴേക്കും ശരത്തും ഈ ഫ്രണ്ടും കൂടെ പുറകിലെ ബൈക്കിന് നിന്നിട്ടുണ്ട്. ചന്ദ്ര ഓട്ടോയുടെ അകത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിനെ കൈവക്കി കാണിക്കുവാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൈവക്കി കാണിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ആ ഫ്രണ്ടും തിരിച്ച് കൈവക്കി കാണിക്കുവാണ്. അങ്ങനെ അവർ പരസ്പരം ചന്ദ്രനെ അവിടെ എത്തിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. അത് നടന്നു എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.
ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്